ഇതാണ് പെഡിക്യൂർ ചെയ്യുന്നതിന് മുന്നേ ഉള്ളതിൻ്റെ കാല്. ഇങ്ങനെയാണ് പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു പാത്രത്തിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം എടുക്കണം. അത്യാവശ്യം നല്ല മീഡിയം ചൂടുള്ള വെള്ളമായിരിക്കണം എടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ അതിനകത്ത് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർക്കുക. നമ്മുടെ ഈ നല്ല കരിവാളുപ്പും ഒക്കെ മാറാനും കുറച്ച് സോഫ്റ്റ് ആവാനും ഒക്കെ നല്ലതായിരിക്കും. അതിനുശേഷം നമ്മളൊരു നാരങ്ങ അതിനകത്ത് പിഴിഞ്ഞിട്ട് ആ നാരങ്ങ അതിനകത്ത് ഇട്ടാലും മതി, അല്ലെങ്കിൽ പിഴിഞ്ഞ് അതിൻ്റെ നീരെല്ലാം അതിനകത്ത് ഇട്ടതിന് ശേഷം അതിനകത്ത് ഇടുക. പിന്നെ അതിന് ശേഷം ഒരു ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു തന്നെ വേണമെന്നില്ല, ഞങ്ങളുടെ കയ്യിൽ അതായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞങ്ങളതിട്ട്. ഏത് ഷാമ്പുയിലും കുഴപ്പമില്ല. അങ്ങനെ ഒരു ഷാമ്പു ഇട്ടതിന് ശേഷം നമ്മുടെ കാലുകൾ മുക്കി അതിനകത്ത് ഒരു 10-15 മിനിറ്റെങ്കിലും നമ്മൾ കാല് മുക്കി അതിനകത്ത് വെക്കണം. കാലിലെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആവാനും കുറച്ച് സ്മൂത്ത് ആവാനും പിന്നെ നഖങ്ങളൊക്കെ കുറച്ച് തിളങ്ങാനും സൺ ടാനൊക്കെ മാറാനും ഒക്കെ ഇത് നല്ലതായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മളൊരു മാസത്തിലൊരു 2-3 പ്രാവശ്യം ഇത് ചെയ്താലും നല്ലതായിരിക്കും. നമ്മുടെ കാലൊക്കെ ഒന്ന് കുറച്ച് നല്ല വൃത്തിയായിട്ടൊക്കെ ഇരിക്കും. അപ്പം അതിനുശേഷം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ബ്രഷോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആ ബ്രഷ് കൊണ്ട് കാലയിൽ ഇങ്ങനെ ഉരച്ച് നമ്മുടെ അഴുക്കൊക്കെ ഒന്ന് ഈ കുതിർത്തൊക്കെ കാലിങ്ങനെ വെച്ചേക്കുമല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കാലയിലെ ആ ഒരു അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകുന്ന നഖത്തിൻ്റെ ഇടയിലൊക്കെ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ ഹെൽപ്ഫുള്ളായിരിക്കും ഇത്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ബ്രഷ് മതി, നമ്മൾ ഉപയോഗിച്ച് പഴകിയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ആ ബ്രഷായാലും മതി. അതിനുശേഷം നമ്മൾ ഇങ്ങനെ കാലൊക്കെ നല്ലതുപോലെ ഇങ്ങനെ ഉരച്ച് വൃത്തിയാക്കി കൊടുക്കാം. അങ്ങനെ സ്ക്രബൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നഖം വെട്ടിയെടുത്ത് നമ്മുടെ കാലിലെ നഖങ്ങളെല്ലാം വെട്ടി വൃത്തിയാക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു നാരങ്ങയുടെ ആ ഒരു മുറിയില്ല, അതിന് ഞാൻ മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഒരെണ്ണം എടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊരു സ്ക്രബ് ചെയ്യാം നമ്മുടെ കാലിൽ. അപ്പം നമ്മളങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറേയൊക്കെ നമ്മുടെ ടാൻ മാറാനും കുറച്ച് കാലൊക്കെ കുറച്ച് നല്ല തിളക്കമൊക്കെ വരാനൊക്കെ നല്ലതായിരിക്കും. അങ്ങനെ സ്ക്രബ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് നമുക്കൊരു പാക്ക് ഇടാം. അതിനുവേണ്ടി നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് അരിപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് ഈ ചെറുപയർ പൊടിയോ കടലമാവോ അല്ലെങ്കിൽ മഞ്ഞളോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അതിന് ശേഷം നമുക്ക് കാപ്പിപ്പൊടിയും പിന്നെ കുറച്ച് തൈരില്ലെങ്കിൽ നാരങ്ങാനീരായാലും മതി. നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ കാലിൽ അപ്ലൈ ചെയ്ത് കുറച്ച് മസാജൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. കാലൊക്കെ നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു നെയിൽ പോളിഷൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നമ്മളിതൊരാഴ്ചയിൽ ഒരു വട്ടമൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വരാം. ബൈ.